ഞാനാണ് ഈ കഥയിലെ വില്ലൻ. ഈ കഥയിലെ നായകനെ തേടിയുള്ള യാത്രയാണ് എൻ്റേത്. ഈ കഥയുടെ അവസാനം ഞാൻ അവനെ തേടിയെത്തും. ലഹരിമരുന്നുകളും അതിൻ്റെ ഉപയോഗത്തെപ്പറ്റിയും ഒരു ഡോക്യുമെൻ്ററി അതിന്ന് സമൂഹത്തിൽ കത്തിപ്പടരുകയാണ്. ഞങ്ങളുടെ ക്യാമറാമാനും ന്യൂസ് റിപ്പോർട്ടറുമായ ജോൺ തയ്യാറാക്കിയ ഈ ഡോക്യുമെൻ്ററി കഴിഞ്ഞ ദിവസമാണ് ഞങ്ങളുടെ ചാനൽ പുറത്തുവിട്ടത്. പലരുടെയും ലഹരിമരുന്ന് ഉപയോഗം നേരിൽ പകർത്തിയും വിൽക്കുന്ന സ്ഥാപനങ്ങളും ജോൺ അതീവ രഹസ്യമായിട്ടാണ് തൻ്റെ ക്യാമറയിൽ പകർത്തിയത്. ഡോക്യുമെൻ്ററി കണ്ടതോടുകൂടി പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഹലോ, എടത് ഞാനാ രാഹുൽ. പറയടാ. എടാ, പിന്നെ ഒരു ഡോക്യുമെൻ്ററി ഇറങ്ങിയില്ലേ, അത് നിന്നെയും കാണിച്ചു. കണ്ടു. നമ്മുടെ ഓഫീസിൽ നിന്ന് കുറേ പേര് എന്നെ വിളിച്ചിരുന്നു. അത് നീ തന്നെയാണോന്നറിയാൻ. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാനെന്ത് പറയാൻ? ഇങ്ങനെ ഒരാളെ ജോലിക്ക് വെക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. സോ പ്ലീസ് സാർ, നിനക്ക് താഴെ ഒരു മകൾ കൂടിയുണ്ട്. അവളുടെ ഭാവി ഓർത്തെങ്കിലും നീ പോകണം. നാളെ ഒരു കാലത്ത് അവൾക്കൊരു കല്യാണാലോചന വന്നാൽ ചേട്ടനൊരു ലഹരിമരുന്നിന് അടിമയാണെന്ന് ഞാൻ പറയണം? വേണ്ട, അത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ നിന്റെ കാല് പിടിക്കാം. ദൈവത്തെ ഓർത്തെങ്ങോട്ടെങ്കിലും പോകാം. എനിക്കൊരു സഹായം വേണം. പറയടാ. ആരേ ജോൺ? ആ ഡോക്യുമെൻ്റ് തയ്യാറാക്കാനാണോ? അതെ, അവൻ തന്നെ. നമുക്ക് തിരക്കാം. എനിക്ക് നാളെ തന്നെ കിട്ടണം. നാളെ എന്താ, പറ്റില്ലേ? ശരി. എൻ്റെ ഫ്രണ്ടുണ്ട്, ഒരു ജയകൃഷ്ണൻ. അവൻ ആ ന്യൂസ് ചാനലിൽ വർക്ക് ചെയ്യുന്നതാണ്. അവനോടൊന്ന് ചോദിച്ചു നോക്കാം. അതിരിക്കട്ടെ, ഇനി എന്തിനാ ഈ ജോൺ? ശരി, പിന്നെ പറടാ, എന്താ കാര്യം? ജോൺ. ഈ ജോൺ നിങ്ങളുടെ ചാനലിൽ ജോലി ചെയ്യുന്ന ആൾ തന്നെ. ഈയിടെ ഒരു ഡോക്യുമെൻ്റ് എടുത്തില്ലേ, അയാൾ? ഓ, ആ ജോൺ. പക്ഷേ എനിക്കവനെ പേഴ്സണലായിട്ടൊന്നും അറിയത്തില്ല. ഇല്ലേ? ഇവിടെ ജോലി ചെയ്യുന്ന ജോണിനെ തനിക്കറിയില്ലേ? ഇല്ല, കാരണം ഞങ്ങളുടെ മാനേജറുടെ ഡോക്യുമെൻ്ററി വാർത്തയെ കാണിച്ചു. മാനേജർ ആരാ ജോണെന്ന് പുറത്തുവിട്ടിട്ടില്ല. അപ്പോൾ ആരാണെന്ന് ഒരിക്കലും അറിയാൻ പറ്റില്ലേ? എന്നല്ല ഞാൻ പറഞ്ഞത്, അവരത് പുറത്തുവിടും. പക്ഷേ എന്നാ എനിക്കറിയത്തില്ല. എനിക്ക് നാളെ തന്നെ അവൻ ആരാണെന്ന് അറിയണം. താൻ വിചാരിച്ചത് നടക്കും. എനിക്കൊന്ന് ആലോചിക്കണം. തനിക്കെന്തിനാ ജോൺ? അതൊക്കെയുണ്ട്. അതിരിക്കട്ടെ, എനിക്കെന്താ പ്രയോജനം ഇതിൽ? എത്ര വേണം? അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, പക്ഷേ കുറയരുത്. ഹലോ, ഇത് ഞാനാ രാഹുൽ. എന്തായി? ഇവിടെ ഒരു 5-6 ജോണുമാരുണ്ട്. അതാണെന്ന് നമ്മുടെ ജയകൃഷ്ണനും അറിയില്ല. അതിതുവരെ ആരാണെന്ന് ഇവരോടും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അയാൾ തിരക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തു പറ്റി? പൈസയോ അവനെന്തെങ്കിലും കൊടുക്കേണ്ടി വരും. കൊടുക്കാമെന്ന് പറ.
ഹലോ. എന്താ സാർ? ഹലോ സാർ, നമസ്കാരം. നിങ്ങളിപ്പോൾ എവിടാ? ഒരു കാർ ആക്സിഡന്റ് ആയിരുന്നു സിറ്റിയിൽ. അതിന്റെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പോകും. നമ്മുടെ സഞ്ജു സാംസൺ കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂ നടത്തിയായിരുന്നു. സംഭവം എന്ന് പറഞ്ഞാൽ ധോനി കഴിഞ്ഞൊക്കെ എന്താ അവഗണിക്കുന്നു പറഞ്ഞിട്ട്. നിങ്ങളൊരു ഫേവർ ചെയ്യണം. പറഞ്ഞോ. ഒരാളെ പറ്റി ഒന്ന് തിരക്കണം. ജോൺ, മറ്റേ ഡോക്യുമെൻ്ററി തയ്യാറാക്കില്ലേ, ആ ജോൺ. ഇത് 3 പേരുണ്ടല്ലോ. ഇവരിൽ ഒരാളാ. ആര്? അതിപ്പം ഞങ്ങൾ പലയിടത്തായിട്ട് പല സംശയത്തിൻ്റെ പേര് പോയി കളക്ട് ചെയ്തതാണ്. അതിപ്പം എന്താ പറയുക, അങ്ങോട്ട് എത്രയുള്ളൂ അല്ലേ? അതെ. ഞങ്ങളെ ബുക്കോ. എന്തായി, കിട്ടിയോ? 3 പേരുടെ ഡീറ്റെയിൽസ് കിട്ടി. 3 പേരോ? ജയേഷൻ അയാളുടെ മാക്സിമം ട്രൈ ചെയ്തു, പക്ഷേ നീ ആ ഡീറ്റെയിൽസ് ഇങ്ങതാ. ഇത് നീ വെച്ചോ. ഇവരിൽ ആരാണെന്ന് അറിയാൻ ഒരു വഴിയുണ്ട്. എന്ത് വഴി? നീ ഇവരെ 3 പേരെയും വിളിച്ച് നാളെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം അറ്റ് ഹാബ. ടൈം മോർണിംഗ് 10. അവർ വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ വരുത്തണം. ഹലോ. എന്തായി, അവന്മാരെ കിട്ടിയാ? ഇല്ല, ഇന്ന് 10 മണിക്ക് മീറ്റിംഗ് വെച്ചിരിക്കുക. എവിടെ വെച്ച്? ഹാർബറിൽ. എന്താ സ്റ്റീവന്റെ പ്ലാൻ? സീനാണോ? ആയിരിക്കും, അറിയില്ല. ഒരാഴ്ച കഴിഞ്ഞായിരുന്നെങ്കിലേ യഥാർത്ഥ ജോണാരെന്ന് ഞാൻ കണ്ടുപിടിച്ചായിരുന്നു. അതെങ്ങനെ? ആ, ജോണാരെന്ന് ചാനലായിട്ട് പുറത്തുവരാൻ തീരുമാനിച്ചു. ആണോ? ആ, പിന്നെ മറ്റൊരു കാര്യം, ഗവൺമെൻറ്റിന് ഈ ഡോക്യുമെൻ്ററിയോട് അനുകൂലിച്ചതിന് വേണ്ട. അതുകൊണ്ട് തന്നെ അവരും ലഹരി മരുന്ന് ഉപയോഗം കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി ഗവൺമെൻറ്റിൻ്റെ ഉപയോഗം കുറിച്ചിട്ട് എന്ത് ചെയ്യാനാ? കൂടിപ്പോയാൽ 3 മാസം, പിന്നെ എല്ലാം പഴയപടിയാവും. ബാറടിച്ചപ്പോൾ ബിയർ ആൻഡ് വൈൻ പാർലർ തുറന്നു, അത്രേ ഉള്ളൂ. ആ ശരി, എല്ലാവരും ഒന്ന് വിളിക്ക്. ഇതൊക്കെ എന്താവാനാ എന്തോ. ഹായ്, ഐ ആം സ്റ്റീഫൻ റായ്. മനസ്സിലായില്ല. ജസ്റ്റ് വെയിറ്റ്, ലെറ്റ് മീ കംപ്ലീറ്റ്. ജോൺ വാഗീസ്, ജോൺ ക്ലീറ്റസ്, ജോൺ സാമുവൽ, നിങ്ങളിലൊരാളെയാണ് ഞാൻ തേടുന്നത്. നിങ്ങൾ 3 പേരിലൊരാൾ. പറയാം. അതിനു മുമ്പ് ഞാനൊരു കഥ പറയാം, ഒരു ചെറിയ കഥ. ഈ കഥയിലുണ്ട് ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയതിൻ്റെ റീസൺ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഞാൻ ആരാണെന്ന്. കൊല്ലാനാണ് വിളിച്ചു വരുത്തിയതെങ്കിലും കൊല്ലില്ല. കാരണം വഴിതെറ്റിപ്പോയ എൻ്റെ ജീവിതം മടക്കി തന്നത് നിങ്ങളിലൊരാളാണ്. വർഷങ്ങളായി ഞാനെന്ന് സ്വബോധത്തോടെ ജീവിച്ചിട്ട്. വർഷങ്ങൾക്ക് ശേഷം ഞാൻ കേട്ടു സംഗീതത്തിൻ്റെ മധുരം. ഞാൻ അറിഞ്ഞു പ്രകൃതിയുടെ സൗന്ദര്യം. ഞാൻ കണ്ടു ദൈവത്തിൻ്റെ അരൂപി. നിങ്ങൾ 3 പേരിലാരാണ് ഞാൻ അന്വേഷിക്കുന്ന ജോണെന്ന് എനിക്കറിയണ്ട. പക്ഷേ നിങ്ങൾ 3 പേരും എൻ്റെ മനസ്സിൽ കാണും എൻ്റെ മരണം വരെ. ഇപ്പോൾ നിങ്ങൾ 3 പേരിൽ ഒരാൾക്ക് മനസ്സിലായി കാണും ഞാൻ ആരാണെന്ന്, അല്ലെങ്കിൽ ഞാൻ എന്താണെന്ന്.
ജീവിതം അങ്ങനെയാണ്. നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലൊരു ഹീറോ ഉണ്ടാവും. നിങ്ങളെ നേർവഴി കാണിക്കുന്നവൻ ആരാണോ അവനാണ് നിങ്ങളുടെ കഥയിലെ നായകൻ. ലഹരി മാത്രമാണ് ഇവിടെ ഞങ്ങൾ തിരഞ്ഞെടുത്ത വിഷയം. ഇതുകൊണ്ട് നിങ്ങൾ നേരെയാകുമെന്നോ അല്ലെങ്കിൽ നേരെ ആകണമെന്നോ ഞങ്ങൾ പറയില്ല. പക്ഷേ ഒന്നുണ്ട്, സ്റ്റീവന് സംഭവിച്ചത് നാളെ നിങ്ങൾക്ക് വരാതെ നോക്കണം.